ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച്, അതായത് ജനന തീയതി ഉപയോഗിച്ച് അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ദിവസവും അദ്ദേഹത്തിന് എത്ര വർഷത്തെ സർവീസ് ബാക്കിയുണ്ടെന്നുള്ളതും കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന എക്സൽ ഫോർമുലകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. പല ഓർഗനൈസേഷൻസിലും പല നിയമങ്ങളാണ്. സാധാരണയായിട്ട് കണ്ടുവരുന്ന 3 സിനാറിയോസ് ആണ് ഇവിടെ നമ്മൾ കവർ ചെയ്യുന്നത്. ഒന്ന്, കൃത്യം 55 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്ന ദിവസമാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ റിട്ടയർമെൻറ്റ് ഡേറ്റും എത്ര വർഷത്തെ സർവീസ് ബാക്കിയുണ്ടെന്നുള്ളതും കണ്ടെത്താനുള്ള ഫോർമുലകൾ. 2, 60 വയസ്സ് തികയുന്ന മാസത്തിലെ അവസാനത്തെ ദിവസമാണ് റിട്ടയർ ചെയ്യേണ്ടതെങ്കിൽ റിട്ടയർമെൻറ്റ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. 3, ചില ഓർഗനൈസേഷൻസിൽ 1-ാം തീയതി ബർത്ത്ഡേ വരുന്ന ആളുകൾ 60 വയസ്സ് തികയുന്ന മാസത്തിൻ്റെ തൊട്ടു മുന്നത്തെ മാസത്തിലെ അവസാനത്തെ ദിവസമാണ് റിട്ടയർ ചെയ്യേണ്ടി വരിക. അത്തരം സാഹചര്യങ്ങളിൽ റിട്ടയർമെൻറ്റ് ഡേറ്റും എത്ര വർഷത്തെ സർവീസ് ബാക്കിയുണ്ടെന്നുള്ളത് കണ്ടെത്താനുള്ള ഫോർമുലകൾ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ 3 സിനാരിയോസ് ആണ് നമ്മളിവിടെ കവർ ചെയ്യുക. 1, കൃത്യം 60 വയസ്സ് തികയുന്ന ദിവസമാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് റിട്ടയർമെൻറ്റ് ഡേറ്റും എത്ര വർഷത്തെ സർവീസ് ബാക്കിയുണ്ടെന്നുള്ളതും കണ്ടെത്താനുള്ള ഫോർമുലകൾ. അമിത് രഞ്ജൻ എന്ന എംപ്ലോയിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക. ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ ഈ ഡേറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഡേറ്റ് ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് സ്റ്റാർട്ട് ഡേറ്റ്, 2 മന്ത്സ്. സ്റ്റാർട്ട് ഡേറ്റിൻ്റെ സ്ഥാനത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിക്കുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് മന്ത്സ്. 60 വർഷത്തെ അതിന് തുല്യമായിട്ടുള്ള മാസങ്ങളാക്കി മാറ്റാനായിട്ട് 60 × 12 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. അമിത് രഞ്ജൻ എന്ന എംപ്ലോയിക്ക് 60 വയസ്സ് തികയുന്ന ദിവസം കിട്ടി. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യാം. ഇനി ഈ തീയതികൾ ഉപയോഗിച്ച് ഈ ഓരോ എംപ്ലോയിയും റിട്ടയർ ചെയ്യുന്ന വർഷം കണ്ടെത്താനായിട്ട് ഈക്വൽ ഇയർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റിട്ടയർമെൻറ്റ് ഡേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെൽ സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, അമിത് രഞ്ജൻ എന്ന എംപ്ലോയി 2024 റിട്ടയർ ചെയ്യുക. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇനി ഈ ഓരോ എംപ്ലോയിക്കും എത്ര വർഷത്തെ സർവീസ് ബാക്കിയുണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട്, അതായത് ഇന്ന് തുടങ്ങി റിട്ടയർമെൻറ്റ് ഡേറ്റ് വരേക്കും എത്ര വർഷത്തെ സർവീസ് ബാക്കിയുണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ ഇയർ ഫ്രാക് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇയർ ഫ്രാക് ഫംഗ്ഷനുള്ളിലെ 1-ാമത്തെ ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ഡേറ്റിൻ്റെ സ്ഥാനത്ത് ടുഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ടുഡേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കറൻറ്റ് ഡേറ്റ് അഥവാ ഇന്നത്തെ തീയതി കിട്ടാനായിട്ടാണ് ഇവിടെ ടുഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് ഏത് ദിവസം നമ്മൾ ഈ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു അന്നേ ദിവസത്തെ തീയതിയാകും ഇവിടെ ടുഡേ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക, കോമ, 2-ാമത്തെ ആർഗ്യുമെൻറ്റ് എൻഡ് ഡേറ്റിൻ്റെ സ്ഥാനത്ത് റിട്ടയർമെൻറ്റ് ഡേറ്റ് ഉപയോഗിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, അമിത് രഞ്ജൻ എന്ന എംപ്ലോയിക്ക് ഇന്ന് തുടങ്ങി റിട്ടയർമെൻറ്റ് ഡേറ്റ് വരേക്കും 2.3 വർഷത്തെ സർവീസ് ബാക്കിയുണ്ട്. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. 2-ാമത്തെ സിനാരിയോ, 60 വയസ്സ് തികയുന്ന മാസത്തിലെ അവസാനത്തെ ദിവസമാണ് എംപ്ലോയി റിട്ടയർ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് റിട്ടയർമെൻറ്റ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ ഇഒ മന്ത് അഥവാ എൻഡ് ഓഫ് മന്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എൻഡ് ഓഫ് മന്ത് ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് സ്റ്റാർട്ട് ഡേറ്റ്, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിക്കുന്നു, കോമ, 2-ാമത്തെ ആർഗ്യുമെൻറ്റ് മന്ത്സ്. 60 വർഷത്തെ തുല്യമായിട്ടുള്ള മാസങ്ങളാക്കി മാറ്റാനായിട്ട് 60 × 12 എൻ്റർ. നോക്കുക, അമിത് രഞ്ജൻ എന്ന ആൾക്ക് 60 വയസ്സ് തികയുന്ന മാസത്തിലെ അവസാനത്തെ ദിവസമാണത്. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. റിട്ടയർ ചെയ്യുന്ന വർഷം കണ്ടെത്താനായിട്ട് ഈക്വൽ ഇയർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റിട്ടയർമെൻറ്റ് ഡേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. എത്ര വർഷത്തെ സർവീസ് ബാക്കിയുണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ ഇയർ ഫ്രാക് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ടുഡേ ഫംഗ്ഷൻ, കോമ, റിട്ടയർമെൻറ്റ് ഡേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി 3-ാമത്തെ സിനാരിയോ, ചില ഓർഗനൈസേഷൻസിൽ 1-ാം തീയതി ബർത്ത്ഡേ വരുന്ന ആളുകൾ 60 വയസ്സ് തികയുന്ന മാസത്തിൻ്റെ തൊട്ടു മുമ്പത്തെ മാസത്തിലെ അവസാനത്തെ ദിവസമാണ് റിട്ടയർ ചെയ്യേണ്ടി വരിക. അത്തരം സാഹചര്യങ്ങളിൽ റിട്ടയർമെൻറ്റ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ എൻഡ് ഓഫ് മന്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക.
സ്റ്റാർട്ട് ഡേറ്റിന് വേണ്ടി ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുന്നു, കോമ മന്ത്സിൻ്റെ സ്ഥാനത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 60×12 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മൈനസ് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഈക്വൽ 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു തവണ കൂടി എൻ്റർ. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. നോക്കുക, ശ്വേത സുമൻ എന്ന എംപ്ലോയിക്ക് 60 വയസ്സ് തികയുന്നത് 2055 മാർച്ച് മാസം 1-ാം തീയതിയാണ്. പക്ഷേ ഈ എംപ്ലോയി റിട്ടയർ ചെയ്യേണ്ടി വരിക അതിന് തൊട്ട് മുമ്പത്തെ മാസം, അതായത് 2055 ഫെബ്രുവരി മാസത്തിലെ 28-ാം തീയതിയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 1-ാം തീയതി ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ഫോർമുലയിൽ ഡേ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു എക്സൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.